ചിലത് നമ്മുടെ പോലെയുള്ള പ്രകൃതി നിർമ്മിതിയായിരിക്കും. പ്രകൃതി പ്രകർഷണ സ്വയം സൃഷ്ടിക്കപ്പെട്ടതാവും. അങ്ങനെ പ്രകൃതി സൃഷ്ടിക്കപ്പെട്ടതിൽ നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നതിനെ ചേർത്താണ് വാസ്തു എന്ന് പൊതുവെ നമ്മൾ പറയാറുള്ളത്. അത്തരത്തിൽ പറഞ്ഞാൽ വാസ്തുവിനെ പൊതുവായിട്ട് 4 ആയിട്ട് തരംതിരിക്കാം. ഭൂ, ഹർമ്മ്യം, യാനം, ആസനം. സംസ്കൃതത്തിലെ പല പേരുകളില്ല. ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം. ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഭൂവാസ്തുവാണ്. വാസ്തുവിന്റെ 1ാമത്തെ വിഭാഗം. 2ാമത്തെ വിഭാഗം ഹർമ്മ്യം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഹർമ്മ്യം എന്നാൽ കെട്ടിടം എന്നർത്ഥം. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടതെല്ലാം ഹർമ്മ്യവാസ്തുവാണ്. എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആലയവാസ്തുക്കളെല്ലാം തന്നെ. ആലയം എന്ന് പറഞ്ഞാൽ ദേവാലയമാകാം, മനുഷ്യാലയമാവാം, വിദ്യാലയമാവാം, പുസ്തകാലയമാവാം. ഈ ഒരു ആലയ സംബന്ധിയായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഹർമ്മ്യ വാസ്തു എന്നതിനാണ് വരുന്നത്. 3ാമത്തെ വിഭാഗം യാനവാസ്തുവാണ്. യാനം എന്നതിനെ വാഹനം എന്നാണ്. സ്വാഭാവികമായിട്ടും പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന വാസ്തുശാസ്ത്രത്തിന്റെ ഒരു വിഭാഗമായിരുന്നു യാനം. വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നത് വാസ്തുവിന്റെ 4ാമത്തെ വിഭാഗം ആസനം എന്ന് പറയുന്നത്. ആസനത്തിൽ പൊതുവായിട്ട് വരുന്നത് ഫർണിച്ചറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്കറിയാം, ഇരിക്കുന്നതും കിടക്കുന്നതും ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഫർണിച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും, സിംഹാസനം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്തോ വിശിഷ്ടമായിട്ടുള്ള ആസനമാണ്, ഇരിപ്പിടാണെന്ന് പറയാം. രാജാക്കന്മാരെല്ലാവരും ഇരിക്കുന്നതാണ് സിംഹാസനം എന്ന് പറയുന്നത്. സിംഹം എന്ന് പറഞ്ഞാൽ വാസ്തുവിന്റെ ഒരു അളവിന്റെ പേരാണ്. അപ്പോൾ അളവിന്റെ പേരാണ്. അപ്പോൾ വിശേഷപ്പെട്ട നിർമ്മിതികൾക്ക്, ആസനങ്ങൾക്ക് സിംഹം എന്നുള്ള അളവ് സ്വീകരിക്കപ്പെടണം നിർമ്മിതിയുണ്ട്. അപ്രകാരം നിർമ്മിക്കപ്പെട്ട വിശേഷപ്പെട്ട നിർമ്മിതിയാണ് സിംഹാസനം എന്ന് പറയുന്നത്. അതോടൊപ്പം കിടപ്പ് പറഞ്ഞിട്ടുണ്ട്. കിടക്കുന്നതിന് വേണ്ടിയിട്ട് കട്ടിലാവാം, അല്ലെങ്കിൽ ആട്ട് തൊട്ടിലാവാം, കുട്ടികൾക്കുള്ള തൊട്ടിലാവാം. അങ്ങനെ കിടക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വിശേഷമായിട്ടുള്ള അതിൻ്റെ അളവുകളുടെ സമ്പ്രദായത്തെക്കുറിച്ചും അതിൻ്റെ അലങ്കാരങ്ങളെ കുറിച്ചുള്ള ഭാഗം ആസന വാസ്തു എന്നതിലുണ്ട്. ഇതാണ് പൊതുവായിട്ട് പറഞ്ഞാൽ 4 വിഭാഗത്തിലുള്ള വാസ്തു എന്ന് പറയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ആലയോ അല്ലെങ്കിൽ ആധാരവാസ്തു എന്നുള്ള വിഭാഗമാണ്. കാരണം മനുഷ്യരുമായിട്ട് സമൂഹമായിട്ട് നേരിട്ട് ഇടപെടുന്നത് ഈ 2 ദേവാലയവും മനുഷ്യാലയം മനുഷ്യ സംബന്ധമായിട്ടുള്ള എല്ലാ ആലയങ്ങളും. ദേവാലയം എന്ന് പറഞ്ഞാൽ ദേവനുമായി സംബന്ധിച്ച എല്ലാ ആലയങ്ങളും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൂത്തമ്പലം ദേവാലയമാണ്, കാരണം ദേവസംബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഉപദേവാലയങ്ങളെല്ലാം ദേവാലയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. മറിച്ച് മനുഷ്യാലയം വീടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം ഒരു തൊഴുത്താവട്ടെ, അല്ലെങ്കിൽ ഒരു പടിപ്പുരയാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ഡോർസ് എന്ന് പറയുന്ന എല്ലാം, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള നിർമ്മാണങ്ങൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ പൊതുവെ എല്ലാവരും പറയാറുണ്ട് ഇതെല്ലാം പണ്ട് കാലത്ത് ഇല്ലല്ലോ എന്നുള്ളത്. പണ്ട് കാലത്ത് പല നിലകളിലുള്ള ബിൽഡിങ്ങുകളുണ്ടായിരുന്നു എന്നുള്ള ചരിത്രപരമായിട്ട് രേഖകളുണ്ട്. നമുക്കതിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ വിധികളും പറഞ്ഞു തന്നിട്ടുള്ളത് ഈ മനുഷ്യാലയം എന്നുള്ള വിഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എൻ്റെ രണ്ടാമത്തെ എനിക്ക് പറയണം, ഇത് എൻ്റെ ഒരു ഭാഗമാണ് ട്രഡീഷണൽ വിശ്വമാണ്. ഈ ട്രഡീഷണൽ വിശ്വത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇതിനെങ്ങനെ ഉൾക്കൊള്ളണം അല്ലെങ്കിൽ എങ്ങനെ ഉൾക്കൊള്ളിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ആദ്യത്തെ 1-2 വർഷത്തിലെ വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നു. 4th year 6th ഒക്കെയുണ്ട്. ഓക്കെ, പ്ലാൻ എനിക്കറിയാം. സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സ്, ബിടെക് കോഴ്സിൽ പ്ലാൻ വരയ്ക്കാനൊന്നും പഠിപ്പിക്കുന്നില്ല, ഇല്ലല്ലോ. ടീച്ചർമാരുടെ ചോദിച്ചാൽ പറയാം, പഠിപ്പിക്കുന്നുണ്ടോ പ്ലാൻ വരയ്ക്കാനായിട്ട്? ഓക്കെ, ഇപ്പം അറിയാം ആർക്കൊക്കെ ടീച്ചർമാരോട് സ്നേഹമുണ്ട്. പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട് ടീച്ചർ. നോക്കി ടീച്ചർ ഉണ്ട്. ശരി. എന്നാൽ
ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചിലപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും ഇത്രയും നല്ല ടീച്ചർമാരായതുകൊണ്ടായിരിക്കും നിങ്ങൾക്കത് പഠിപ്പിക്കുന്നത്. പൊതുവേ മുമ്പുണ്ടായിരുന്ന സിലബസ് ഞാനൊക്കെ പഠിച്ചു വന്ന കാലം എന്ന് പറഞ്ഞാൽ വലിയ യുഗങ്ങൾക്ക് മുമ്പൊന്നല്ല, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അത്ര വലിയ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കില്ലായിരുന്നു. പ്ലാനൊക്കെ വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ 8ാം ക്ലാസ്സിൽ ബയോളജി പഠിപ്പിക്കുന്ന പോലെയാണ്. അത് നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു പറയും, വലിയ ക്ലാസ്സിലൊക്കെ പറയും അതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയും. ഇതുപോലെയാണ് നമ്മളെ പ്ലാൻ വരയ്ക്കാൻ പഠിപ്പിക്കുന്നത്. അതൊക്കെ നിങ്ങൾ പഠിക്കും, പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര നാളായിട്ട് ഇത് പഠിച്ചില്ല. എന്നാൽ നിങ്ങളൊരു ഡിഗ്രിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളെ മുന്നിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വാസ്തവിക ഒരു ബിടെക് സിവിൽ എഞ്ചിനീയറായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പോകുന്ന ഏറ്റവും വലിയ ആര എന്ന് പറയുന്നത് വാസ്തവിക. ഇപ്പോൾ സ്വാഭാവികമായിട്ട് വാസ്തുവിൻ്റെ സിദ്ധാന്തങ്ങളെ ബേസിക്കായിട്ട് മനസ്സിലാക്കാതെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. മാത്രമല്ല ഇന്നത്തെ കാലത്ത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നു ഒരു ഡിഗ്രിയായിട്ട്. ഇതിൽ ആരാണ് മികച്ചത് എന്നുള്ളതുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളെ വാസ്തു സഹായിക്കും. ഇത് രണ്ടും ഇതിലൊരു സിദ്ധാന്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വാസ്തു പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. നിങ്ങളിപ്പോൾ എൻ്റെ ഈ കോലൊന്നും കാണണ്ട. ഞാൻ വീട്ടിൽ പോയി ഫാൻസി ഡ്രസ്സായിട്ട് പോകുമ്പോൾ വെള്ളമുണ്ടൊക്കെ എടുത്ത് നല്ല വെള്ള ഷർട്ടൊക്കെ തയ്ച്ചിട്ടുണ്ട്, ചന്ദനക്കുറയൊക്കെ തന്നിട്ട് പോകുമ്പോൾ വാസ്തു പ്രാക്ടീസ് ഉണ്ടാവും. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക മാമൂലുകളുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അതുകൊണ്ട് ഞാൻ ആദ്യം എൻ്റെ പറ്റി ഒന്ന് സ്വയം പറയാം. നിങ്ങൾ എന്നെ കണ്ടിട്ട് അത്ര തീരെ മോശം വിചാരിക്കണ്ട എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്, വാസ്തു എങ്ങനെയാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്, അതിനെങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് നിങ്ങൾ ടെക്നോളജി ആയിട്ടുള്ള കാര്യം ഞാനെപ്പോഴും പറയുന്നു, എൻ്റെ അച്ഛനേക്കാൾ ബുദ്ധിയുള്ള ആളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും എന്നേക്കാൾ ഡ്രോയിങ്സ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങളുടെ ചിലപ്പോൾ ടീച്ചേഴ്സിന് അറിയുന്നുണ്ടാവും. പണ്ടാണെങ്കിൽ എഞ്ചിനീയേഴ്സ് ഡ്രോയിങ് ഉണ്ടാക്കുന്നതിന് ഒരു വലിയ ഷീറ്റ് പേപ്പറിൽ വലിയ യുദ്ധമാണ്. ഏറ്റവും അവസാനം വരുമ്പോൾ ആ ബാത്റൂമിൻ്റെ ഒരു വര തെറ്റിപ്പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഇതെല്ലാം വൃത്തികേടാവും, വായിച്ച് ബുദ്ധിമുട്ടാണ്. പണ്ട് കാലത്ത് ഡ്രോയിങ്സ് എല്ലാം ഉണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാവില്ല. നിങ്ങൾക്ക് കീപാഡ് ഫോണിൽ അതിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞങ്ങൾക്കതറിയാം, നിങ്ങൾക്ക് അത്രയും. കാരണം ഞങ്ങൾക്ക് കീപാഡ് ഫോണാണത്. DUV എന്നുള്ളത് ഒരേ ഇതിൽ തന്നെയാണ്. 2 തവണ ഞെക്കിയാൽ UV ഇല്ല അല്ലേ? ഇവർക്ക് അതിന് പറ്റുന്ന ബുദ്ധിമുട്ടുണ്ടോ? ഇവർക്ക് ഭയങ്കര ഈസിയാണ്. ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു വയസ്സ് ഉണ്ടാവും. ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ് ഞങ്ങളുടെ തലമുറ. അതുകൊണ്ട് ഇതിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പ്ലാൻ വരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ്. എന്തൊക്കെ പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ഞങ്ങളെല്ലാം പ്ലാൻ വരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഗ്രാഫ് പേപ്പർ ആവശ്യമില്ല അല്ലേ? ടീച്ചർമാർക്ക് അറിയുന്നുണ്ടാവും. ടീച്ചർമാർ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ടാവും, പ്ലാനൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ടാവും. വീട്ടിലൊക്കെ പ്ലാൻ വരച്ചു കൊടുക്കുന്ന ആളുകളുണ്ടാവും. പ്ലാൻ വരയ്ക്കുമ്പോൾ പക്ഷെ വരയ്ക്കാൻ പഠിപ്പിക്കുമ്പോൾ ഗ്രാഫ് പേപ്പറിലാണ് വരയ്ക്കുക. ഗ്രാഫ് പേപ്പറിൽ വരച്ചിട്ടാണ് ഓരോ പ്ലാനും തയ്യാറാക്കുന്നത്. സ്വാഭാവികമായിട്ടും തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. തെറ്റിക്കഴിഞ്ഞാൽ ഇത് മായച്ച് വരയ്ക്കുന്നതിനേക്കാൾ എളുപ്പം പുതിയത് വരയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കീഴുകാലത്ത് അടുത്ത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത്
അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ പ്രാക്ടീസ് തുടങ്ങിയത് ഏതാണ്ട് 2007 2007 പ്രാക്ടീസ് തുടങ്ങുമ്പോൾ പേപ്പർ വരച്ചിട്ട് തുടങ്ങിയത് സ്കെയിൽ. അപ്പോൾ നമ്മൾ ഭയങ്കര സുഖമായിരുന്നു. 10 അടി ഉണ്ടെങ്കിലും സ്റ്റെയർ കേസ് വരച്ചു കൊടുക്കാമായിരുന്നു. 10 അടി സ്ഥലം ഉണ്ടെങ്കിലും സ്റ്റെയർ കേസ് വരച്ചു കൊടുക്കും. കാരണം നമ്മൾ പേപ്പറിലല്ല വരയ്ക്കുന്നത്. പണിയുടെ കാര്യമില്ല, കഷ്ടം. 10 അടിയിൽ സ്റ്റെയർ കേസ് വെച്ചാൽ ചിലപ്പോൾ പഴയ കാലത്ത് മച്ചിൻ്റെ മുകളിൽ കയറുന്ന പോലത്തെ സ്റ്റെയർ കേസ് വരികയും നിങ്ങൾ കണ്ടിട്ടില്ലേ, ചാരിയ പോലെ. അതുപോലെ 10 അടിയിൽ വയ്ക്കുമ്പോൾ മാക്സിമം അങ്ങനെ വയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾ പേപ്പറിൽ വരയ്ക്കുമ്പോൾ അങ്ങനെ സൗകര്യമുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും പെൻസിൽ വരച്ചു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. ഇപ്പോൾ ഡ്രോയിങ് വരയ്ക്കാൻ പഠിക്കുന്ന ആരെയുണ്ടോ? ഏതെങ്കിലും സോഫ്റ്റ്വെയർ പരിചയപ്പെട്ട ആരെയുണ്ടോ? ഈ സൈഡിൽ ഏത് സോഫ്റ്റ്വെയർ വരയ്ക്കുന്നത്? ഓട്ടോകാഡ്. ഇപ്പോൾ 2025 ഓട്ടോകാഡാണ് ഇപ്പോഴും പൊതുവെ ആൾക്കാർ വരയ്ക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി ഓട്ടോകാഡ് പഠിച്ച സമയം കളയരുത്. ഞങ്ങളെ കമ്പനിയിൽ പോകുന്നു, ഓട്ടോകാഡ് പഠിച്ചാൽ നല്ലതാണ്. എവിടെ പോയാൽ നല്ല കാര്യം. അത് മാത്രമല്ല സാർ, ഞാൻ വേറെ കുറേ പഠിച്ചിട്ടുണ്ട്. ശരി, നല്ല കാര്യം. നമുക്ക് ഓട്ടോകാഡ് പഠിച്ചിരിക്കണം. ഇപ്പോൾ കൂടുതൽ ടെക്നോളജി മാറി. ഫോട്ടോഷോപ്പിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടപ്പോഴും ഇല്ലല്ലോ. ഫോട്ടോഷോപ്പിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നവരുണ്ടോ? ഇല്ല. ഫോട്ടോ എടുത്തിട്ട് ഫിൽറ്റർ ഇടുന്നവരുള്ളൂ. അത് ഫിൽറ്റർ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നവരാണ്. എന്തായാലും ടെക്നോളജി മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എന്തൊരു കറുത്തിട്ടായിരുന്നു അറിയാം. ഇപ്പം എൻ്റെ ഫോട്ടോകളൊക്കെ ഞാൻ നല്ല വെളുത്തിട്ടാണ്. ടെക്നോളജി മാറിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ മാറിയതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിൽ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം കണ്ടതല്ല ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ടെക്നോളജീസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ ഒരു ബാങ്ക് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് ബിം എന്ന് പറയുന്ന ടെക്നോളജി. ബിമ്മിനെ പറ്റി കേട്ടുള്ള എത്ര പേരുണ്ട്? ടീച്ചർമാർക്ക് കാര്യമുണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളെ പഠിച്ചാൽ ഇപ്പം എനിക്ക് സമാധാനമായി. പാസ്ത അറിയുന്ന ആരുമില്ല, ബിം അറിയുന്ന ആരുമില്ല. ഞാൻ എന്ത് പറഞ്ഞാലും പ്രമാണമാണ്. തൽക്കാലം നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇനി ഇതിൻ്റെ ഇടയിലൊന്നും പറയാം. നമുക്ക് ഞാൻ സംസാരിക്കുന്നത് കേവലം നിങ്ങൾ ഒരു കടമുറി പണിത് കൊടുക്കുന്നതിനെ കുറിച്ചല്ല, വലിയ ബിൽഡിങ്ങുകളെ കുറിച്ചിട്ടാണ്. പുറത്തിറങ്ങുന്നവരെല്ലാവരും വലിയ വലിയ സ്വപ്നങ്ങളായിട്ടാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഇനി വരാൻ പോകുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ബിം ടെക്നോളജിയാണ്. ബിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബഞ്ച് ഓഫ് സോഫ്റ്റ്വെയർസ് ചേർന്നതാണ്. 2000 ഞാനൊരു പ്ലാൻ വരയ്ക്കും. ആ പ്ലാൻ പണിയുന്ന ആൾക്ക് കൊടുക്കും. പണിയുന്ന ആൾ മീൻസ് എഞ്ചിനീയർ ബിൽഡർക്ക് കൊടുക്കും. ബിൽഡർ കല്ല് പണിയുന്ന ആൾക്ക് കൊടുക്കും. അപ്പോഴത്തേക്കും പ്ലാനിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ടാവും അല്ലേ. പിന്നെ മേസ്ത്രിയുടെ ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് വെച്ചങ്ങ് പണി. അങ്ങനെയല്ലേ? മേസ്ത്രി പറയും കുറച്ചുകൂടി ഇതാണ് നല്ലത്, ഇത് പറഞ്ഞാൽ പണി. അവസാനം വീട് പണി കഴിയുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നല്ലോ വെച്ച് വയ്ക്കുന്ന പോലെ സ്വാഭാവികമായിട്ടും മാറാൻ നല്ലത്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. ഇപ്പോഴത്തെ കാലത്ത് ഇതെല്ലാവരും ചേർന്നിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. പണ്ട് കല്ലിടുന്ന കാര്യം ചോദിച്ചപ്പോൾ പറയുന്നത് കല്ലിടുന്നവർ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഇപ്പോൾ ഇതൊരു കൊളാബറേറ്റീവ് വർക്കാണ്. ഒരാൾ മാത്രം ചെയ്യുന്ന കാര്യമില്ല. കാരണം നമ്മളെല്ലാവരും സ്പെഷ്യലിസ്റ്റുകളായിരുന്നു. പണ്ട് എനിക്ക് തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കണ്ടാൽ മതിയായിരുന്നു. ഇപ്പം ഞാനിന്ന് കാലത്ത് 3ാമത്തെ ഡോക്ടറിനെ കണ്ടത്. എല്ലാവരും അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനാണ്. അവസാനം അപ്പോൾ ഇവിടെ ഈ നാളിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ ഇതൊരു കുറേ പേര് കൂടിയിട്ടാണ് ഒരു കാര്യത്തിൽ. അതിലൊരു ഗുണമുണ്ട്. നമ്മൾ കുറച്ചുകൂടി ആക്യുറേറ്റീവ് ആവും, കൃത്യമാവും, കണിശാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അവരെല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു ടാസ്ക് ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനേറ്റവും സഹായിക്കുന്നത് ബഞ്ച് ഓഫ് സോഫ്റ്റ്വെയർസിനെയാണ് ഞാൻ ബിം എന്ന് പറഞ്ഞത്. മാത്രമല്ല ബാക്കിയുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ ഡിസൈനാണ്. ഇന്നാരും കൈകൊണ്ട് വരച്ചിട്ട് ക്ലൈൻറ്റിന് മുന്നിൽ ചോദിക്കും. ക്ലൈൻറ്റ് അപ്പം തന്നെ പറയും ഏതോ
സൈക്കിളിൽ വന്ന സൈക്കിളിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് എന്ന് പറയും. സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറുകളെന്ന ഒരു ഡിസൈനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. മാത്രമല്ല ഒരു നിർമ്മാണം സാധ്യമാണെങ്കിൽ അതിൻ്റെ ഒരുപാട് ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലൈമറ്റ് നമ്മളെ ബാധിക്കുന്നുണ്ട്, അല്ലേ? ഇതിൻ്റെ ജോഗ്രഫി നമ്മളെ ബാധിക്കുന്നുണ്ട്, തെർമൽ സ്റ്റിമുലേഷൻ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം വായുപ്രവാഹത്തിലാണ്. ഇപ്പോൾ വായുവിൻ്റെ പ്രവാഹം കൂടുതലുള്ള സ്ഥലത്ത് അത് കുറയ്ക്കേണ്ടി വരും, ചൂട് കൂടുതലുള്ള സ്ഥലത്ത് അത് കുറയ്ക്കേണ്ടി വരും. ചില ഇടങ്ങളിൽ ചൂടില്ലാത്ത സാഹചര്യമാണെങ്കിൽ അത് കൂട്ടേണ്ടി വരും. ഇതിനെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഈ ടെക്നോളജി എന്ന് പറയുന്നത്. ഒരു കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന മുഴുവനായിട്ട് ജാലകങ്ങളായിരുന്നു. പണ്ട് എൻ്റെ ഒരു ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പോ തന്നെ, അതിനൊക്കെ ശേഷം തന്നെയാണ് പേടിക്കേണ്ടത്. നമ്മുടെയൊക്കെ വീടുകളുണ്ടായിരുന്നത് ചില്ലിൻ്റെ ജനലുകളല്ലായിരുന്നു. ഞാനൊന്നും കണ്ടിട്ടില്ല എൻ്റെ വീട്ടിലൊന്നും, എൻ്റെ തറവാട്ടിലൊന്നും ചില്ലിൻ്റെ ജനൽ. നിങ്ങൾ തറവാടെന്ന് വിചാരിക്കുമ്പോൾ അരക്കാശ്ശേരി മലയാളമൊന്നും വിചാരിക്കില്ല, ചെറിയൊരു വീടാണ്. എന്നിരുന്നാലും അവിടെയൊന്നും ചില്ലിൻ്റെ ജനലുകളൊന്നും ഇല്ലായിരുന്നു. കാരണം ഫാനും ഇല്ലായിരുന്നു, ഫാനില്ലായിരുന്നു. അപ്പോൾ പകലായി കഴിഞ്ഞാൽ ഇതെല്ലാം തോന്നുന്നു, യാത്രയായി കഴിഞ്ഞാൽ ഇതെല്ലാം അടയ്ക്കും എന്ന് പറഞ്ഞാൽ പകൽ നല്ല വായുപ്രവാഹം ഉണ്ടായിരുന്നു, രാത്രി അധികം വായുപ്രവാഹം ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എല്ലാ വീടുകളിലും ഫസ്റ്റ് സൈമം എല്ലാ വീടുകളിലും ചില്ല് ജനാലകളാണ്. എന്താ ഉണ്ടാവുന്നത്? ചില്ല് ജനാലകൾ എന്താ ഉണ്ടാവുന്നത്? പുറത്ത് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് 34 ഡിഗ്രി ചൂടാണ്. സ്വാഭാവികമായിട്ടും ഗ്ലാസ്സിൽ ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്കും ഉണ്ടാവും ചൂട് കൂടുകയാണ് ചെയ്യും. ഇത് എവിടുത്തെ ടെക്നോളജിയാണ്? ഇവിടുത്തെ ടെക്നോളജി വിദേശത്തെന്ന് പറയുന്നത് തണുപ്പ് കൂടിയ സ്ഥലങ്ങളുടെ ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് തണുപ്പ് കൂടിയ സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് വേണ്ടത് വായുപ്രവാഹത്തെ എമിറ്റ് ചെയ്യണം, പകരം ഹീറ്റ് എനർജി ചൂടിൻ്റെ അകത്തേക്ക് വിടണം. ഇതാണ് ആവശ്യം. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു? നല്ല ചൂടുണ്ട്, എന്നിട്ട് ഗ്ലാസ് വെച്ച് അടച്ച് കാറ്റ് കയറാതെ ചൂട് മാത്രം കയറ്റിവിട്ട് AC ഫാനിട്ടിരിക്കും. അല്ല, എന്താണ് സംഭവിക്കുന്നത്? വീടുകളിലെല്ലായിടത്തും AC വെച്ചുകൊണ്ടിരിക്കുക. എന്താ സംഭവിക്കുന്നത്? ക്ലൈമറ്റിനനുസരിച്ചുകൊണ്ടല്ല നിർമ്മാണം എന്നുള്ളത് ഇപ്പോൾ മാറി തുടങ്ങി. എല്ലാത്തിനൊരു സമയമുണ്ട് ദാസ എന്ന് പണ്ട് നിശ്ചയിക്കാതിനായിട്ടില്ല വിജയം പറഞ്ഞ പോലെ ഇപ്പോൾ ആൾക്കാർ മാറി ചിന്തിച്ചു തുടങ്ങി. ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എക്കോളജിക്കലും അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള നിർമ്മാണം എന്നുള്ള ലെവലിലേക്ക് കാലം തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. എല്ലാവരും വീടിനകത്ത് മുറ്റമൊക്കെ ഉണ്ടാക്കി തുടങ്ങി, പുല്ലൊക്കെ വെച്ച് തുടങ്ങി, വീടിനകത്ത് മരങ്ങളൊക്കെ വെച്ച് തുടങ്ങി, ചെടികളൊക്കെ വെച്ച് തുടങ്ങി. ഇനി ഭാവിയിൽ അണ്ണാറക്കണ്ണാനും പവ്വാനും പാമ്പും വഴുതാനും നേരത്തെയൊക്കെ വരും. എന്താ പ്രശ്നം? അഡോപ്റ്റ് ചെയ്യണം. എങ്ങനെ അഡോപ്റ്റ് ചെയ്യണം? പറ്റുന്ന പോലെ അഡോപ്റ്റ് ചെയ്യണം. അവിടെ കണ്ടു അതേപോലെ ഇവിടെ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൂട് കൂടിയ കാലാവസ്ഥയിൽ ചില്ലി ജനൽ വെച്ച് പോലെ. അപ്പോൾ ഇതിന് രണ്ടിനെയും ചേർത്തിട്ട് എങ്ങനെയാണ് നമുക്കിത് സംയോജിപ്പിക്കാൻ പറ്റുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നോട് 1/2 മണിക്കൂർ സമയമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇൻട്രഡക്ഷൻ തന്നെ 1/2 മണിക്കൂറായിരുന്നത്. അപ്പോൾ ഇനി ഒരു 1/2 മണിക്കൂർ കൂടി എടുക്കും. എൻ്റെ ശബ്ദം അനുകരിക്കുന്ന കാര്യം നിങ്ങളുടെ പ്രാർത്ഥന പോലെ ഇരിക്കുന്ന എൻ്റെ ശബ്ദം എപ്പോൾ നിൽക്കുന്ന അപ്പോൾ ക്ലാസ് നിൽക്കും. ഓക്കെ, ഇതിൽ വാസ്തുവിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കും. ഡൗട്ട്സ് ചോദിക്കാത്ത കുട്ടികളാണ് ഏറ്റവും മിടുക്കന്മാരായിട്ട് നോക്കിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം. പക്ഷെ എനിക്ക് അത്ര മിടുക്കന്മാരെ ഇഷ്ടമല്ല, അതുകൊണ്ട് നിർമ്മിച്ചത്. വാസ്തുവിന് അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണങ്ങളല്ല എന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത്. വാസ്തുവിദ്യ നോക്കി വീട് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി കിട്ടും. 1 കോടി രൂപ ലോട്ടറി വെച്ചാൽ വാസ്തുവിദ്യ അനുസരിച്ച് നോക്കണമെന്ന് നിർബന്ധമാണ്. വാസ്തു അനുസരിച്ച് വീട് നോക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് പോലും ഇത്ര സമയം. അപ്പോൾ വാസ്തുവിനെ നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഗുണം വരും, അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തോ ദോഷം വരും. ഒരാൾ പറഞ്ഞു വീട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ കാല് തട്ടി വീഴാണ്, എന്തോ ദോഷമുണ്ട് സാർ നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കിയാൽ മതി, നോക്കി നിർത്താൻ മതിയല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ധമായിട്ട് ഇതിനെ ഞാൻ എപ്പോഴും പറയും, വാസ്തു നോക്കിയില്ലെങ്കിൽ ചെവി വരുന്നോ അല്ലെങ്കിൽ കുഴിനൊന്നും വരുന്നോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർ നന്നാവണമെന്ന് വിചാരിക്കുന്നത്. വാസ്തു നോക്കിയാൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ വാസ്തു നോക്കിയാൽ നിങ്ങളെല്ലാം പെർഫെക്റ്റ് ആവും. കണ്ണടച്ചിരുന്നാലും 100 മാർക്ക് ഉണ്ട്. പരീക്ഷയ്ക്ക് പോയിട്ട് ഒന്നും ചെയ്യണം, 100 മാർക്ക് വാസ്തു വെച്ചിട്ട് വീഡിയോ ചെയ്യും. അങ്ങനെ വിചാരിച്ചാൽ നടക്കാൻ പോകുന്ന കാര്യമില്ല. പിന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയറിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ലോട്ടറി എടുപ്പിച്ച് തരാനുള്ള ശക്തി പാവം നിങ്ങളുടെ വാസ്തുവില്ല. അതാണ് മനസ്സിലായി. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളിലാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇതൊരു സയൻസ് അല്ല, ഇതൊരു ടെക്നോളജിയായിട്ട് മാത്രമേ ഉണ്ടാകും. എന്തൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അതിൻ്റെ ക്ലൈമറ്റ് റെസ്പോൺസിബിൾ. നമുക്കറിയാം കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ എതിർപ്പുള്ളത് ഞാൻ പറയുന്നത് എൻ്റെ ഭാഗമാണ്. വാസ്തു എന്ന് പറയുന്നത് പ്രാദേശിക മേലുള്ളതാണ്. ഭാരതത്തിൽ മൊത്തമായിട്ടൊരു വാസ്തു അല്ല, അങ്ങനെയല്ല. വാസ്തു എന്ന് പറഞ്ഞാൽ പ്രാദേശിക മേലുള്ളതാണ്. കേരളത്തിൽ വാസ്തു പഠിച്ചിട്ട് നിങ്ങൾ തമിഴ്നാട്ടിൽ ചെന്നാൽ ചിലപ്പോൾ അടികൊള്ളാനുള്ള ചാൻസ്, ചിലപ്പോൾ അടികൊള്ളാനുള്ള ചാൻസ്. കാരണം ഇവിടുത്തെ നിയമം കൊണ്ട് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ നിയമത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. കാരണം അവിടുത്തെ ജോഗ്രഫിക്കലായിട്ട് വ്യത്യാസമുണ്ട്, ക്ലൈമറ്റ് ചിലപ്പോൾ വ്യത്യാസമുള്ള സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ പ്രാദേശികമായിട്ടുള്ള റിലേഷൻസാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് അതിനെ സ്വീകരിച്ചുകൊണ്ട് വരുന്ന ചേഞ്ചസ് അത് അവിടുത്തെ ജോഗ്രഫിക്കലായിട്ട് മാറ്റത്തെ നിങ്ങൾ തിരിച്ചറിയാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ ക്ഷേത്രവും ഉത്തര ഭാരതത്തിലെ നോർത്ത് ഇന്ത്യയിലെ ക്ഷേത്രവും രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത്, അല്ലല്ലോ. ഗജരാജന്റെ ക്ഷേത്രമോ അല്ലെങ്കിൽ ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രമോ വടക്കനാഥ സ്വാമി ക്ഷേത്രമോ ഒരേപോലെ ഇരിക്കുന്നത് എന്ന് പറയുന്നത് 2 വാസ്തുവല്ല. ഇതാണ് ഞങ്ങളുടെ വാസ്തു, ഇത് ഡ്യൂപ്ലിക്കേറ്റ് വാസ്തു, അങ്ങനെയൊന്നുമില്ല. എല്ലാം വാസ്തുവിൻ്റെ അടിസ്ഥാനമാണ്. പക്ഷെ എന്താ വ്യത്യാസം? ജോഗ്രഫിക്കലായിട്ടുള്ള വ്യത്യാസം, ക്ലൈമറ്റിക്കായിട്ടുള്ള വ്യത്യാസം. ഈ വ്യത്യാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ശാസ്ത്രം പ്രവർത്തിക്കുന്നത്. ഞാൻ ശാസ്ത്രം എന്ന് പറയുന്നത് വാസ്തുവിനെയാണ്. ഈ വാസ്തു പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ചുകൊണ്ട് ചില തത്വങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. ആണ് ഓരോന്നിനും വരും. നിങ്ങൾ പേടിക്കേണ്ട, 12 സ്ലൈഡ് കഴിഞ്ഞ് നടത്തിയിട്ടുണ്ടല്ലേ. കാലത്ത് നാലകോപാസങ്ങളുടെ സ്ലൈഡ് ഞാൻ കണ്ടപ്പോൾ 28 കണ്ടപ്പോൾ തലയിട്ട് പോയി. ഞാൻ നോക്കുന്ന ബാക്കിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് എനിക്ക് സമാധാനമായി. കാരണം അവർ വേറെ കുറേ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് 12 സ്ലൈഡുകളും നിങ്ങൾക്കിനി 9 ബാക്കിയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലൈമറ്റ് റെസ്പോൺസിബിൾ. എന്തൊക്കെയാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇതാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് ഇപ്പോൾ പൊതുവെ അറിയാം, ഒരു വീട് വയ്ക്കുന്ന സമയത്ത് ഇടുക്കിയിൽ വീട് വയ്ക്കുന്ന ആളും വലിയതോടെ വീട് വയ്ക്കുന്ന ആളും ഒരേ രീതിയിൽ ചെയ്താൽ രണ്ടും മറക്കാറില്ല എന്നത് അറിയാമോ? അറിയാം. കാരണം നമുക്കിപ്പോൾ അറിയാം, നമുക്ക് ഇതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്. പ്രാചീനമായിട്ടുള്ള കാലത്ത് ഉണ്ടായിരുന്ന ടെക്നോളജിയാണ് ഇതിൻ്റെ. ഇപ്പോൾ നമ്മളിതിനെ വളരെ വിശദമായ രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ വീട് വയ്ക്കുന്ന ആളും ഇത്ര എല്ലാ ടെസ്റ്റുകളും കൂടെ കടന്നു പോകുന്നുണ്ട്. സോയിൽ ടെസ്റ്റിലൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള സോയിൽ ടെസ്റ്റുകളാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ നിർമ്മാണത്തിന് ഉചിതമായിട്ടുള്ള ഭൂമിയെ സ്വീകരിക്കുന്ന നിരീക്ഷണങ്ങളുണ്ട്, കുറേ പരീക്ഷണങ്ങളുണ്ട്. ഇതെല്ലാം ചേർത്തിട്ടാണ് ഭൂപരീക്ഷ എന്നതിൽ വരുന്നത്. ഭൂമിയുടെ പരീക്ഷ, ഭൂമിയെ പരീക്ഷണം ചെയ്യും. എങ്ങനെയൊക്കെ പരീക്ഷണം ചെയ്ത് വിശദമായിട്ട് പരീക്ഷണം ചെയ്യും. ഇതെല്ലാം ആസ്പെക്ട് അടിസ്ഥാനത്തിൽ കഴിഞ്ഞാൽ ഒരു എല്ലാം പറയാനുള്ള സമയമില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും നല്ല ഒരു ദിവസം നോക്കിയിട്ട് എനിക്ക് ശബ്ദമുള്ള ഒരു ദിവസം നോക്കിയിട്ട് വിളിച്ചാൽ ഒരു ദിവസം കൊള്ളാമെന്ന് പറയാം. ഇപ്പം ഞാനൊന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്കൊന്ന് സ്പാർക്ക് ഇടാൻ വേണ്ടി. പണ്ട് സോയിൽ ടെസ്റ്റ് നടത്തിയിരുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കുഴിയെടുക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ 1 മീറ്റർ നീളവും വീതിയും ആഴവുമുള്ള ഒരു കുഴിയെടുക്കുക. ആ മണ്ണ് കൊണ്ട് തന്നെ ആ കുഴി പോകും. സിമ്പിൾ. ഭൂപരീക്ഷ കഴിക്കും. എന്താ മനസ്സിലായത്? എങ്ങനെയാ ഇത് നിങ്ങൾ സോയിൽ ടെസ്റ്റ് ചെയ്യുന്നത്? അതൊക്കെ ചെയ്യാൻ പറ്റും. കുഴിയെടുത്തത് ആ കുഴി മൂടാനാ പറയുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ കൂടി ഇട്ടിട്ടും കൂടുണ്ടായിരുന്നു. അതൊക്കെ ഒരു കുഴിയെടുത്തിട്ട് ആ മണ്ണുകൊണ്ട് തന്നെ ആ കുഴി മൂടുമ്പോൾ മണ്ണ് കൂടുതലാണ് വരുന്നതെങ്കിൽ ആ മണ്ണ് നല്ല മണ്ണാണ്, ഈ സമയത്ത് നല്ല മണ്ണ്. കാരണം എന്താ? എൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. ഒരു കുഴി എടുത്തിട്ട് ആ കുഴി കൊണ്ട് തന്നെ ആ മണ്ണ് കൊണ്ട് തന്നെ ആ കുഴി മൂടുമ്പോൾ അത് ഈക്വലായിട്ട് വരുന്നെങ്കിൽ അത് ആവറേജ് ഭൂമിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സോയിൽ ഡിസ്റ്റൻസിൻ്റെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആവറേജാണ്. ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയുടെ നിറയാൻ പോലുള്ള മണ്ണ് അതിലില്ല എന്ന് പറഞ്ഞാൽ ആ ഭൂമി
നിർമ്മാണത്തിന് ഉചിതമല്ല എന്ന് പറയും. ഉചിതമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് വേണ്ടുന്ന മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. നമ്മളിപ്പോൾ എങ്ങനെ ചെയ്യും? സോയിൽ ടെസ്റ്റ് ചെയ്യുന്നതിനാ നിർമ്മാണത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. നെക്സ്റ്റ്, സ്ഥാനം നിർണ്ണയം എന്നത് കാലത്ത് വീടിൻ്റെ ആരംഭം കല്ലിടുന്നതാണ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നമ്മുടെ നാട്ടിൽ വീടിൻ്റെ ആരംഭം കുറ്റിയടിക്കലാണ്. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ കേരളം, എല്ലാം നമ്മുടെ നാടാണ്. ഇവിടെ കുറ്റിയടിയിൽ കേട്ടുണ്ടാവും. കുറ്റിയടി ഞങ്ങൾ വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറ്റിയടിക്കാണ് പ്രാധാന്യം. ശംഖുസ്ഥാപനം എന്ന് പറയും. ശംഖുസ്ഥാപനമാണ് നിർമ്മാണത്തിൻ്റെ ആരംഭം. ഇതിനെയാണ് സ്ഥാനം നിർണ്ണയം എന്ന് പറയും. സ്ഥാനം നിർണ്ണയിച്ചാലല്ലേ ഈ കല്ല് എവിടെയുള്ളതെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? ഈ കല്ല് എവിടെയുള്ളത് ചോദിച്ചു നമുക്ക് ഇതെവിടെയാണ് സ്ഥാനം നിർണ്ണയിക്കുകയാണെങ്കിൽ ആദ്യം ശംഖുസ്ഥാപനത്തിന് കുറ്റിയടിക്കണം. സ്ഥാനം നിർണ്ണയം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വീട് എവിടെ വരണം എന്ന് നിശ്ചയിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ആ ഭൂമിയുടെ കിടപ്പനുസരിച്ചുകൊണ്ട് അതിനെ സ്ഥാനം നിർണ്ണയം ചെയ്യണം. ഒരു വലിയ മല എടുക്കുക, അതിന് ചുവട്ടിൽ വീട് വയ്ക്കണം. നമ്മളെന്താ ചെയ്യാൻ? ഏറ്റവും സിമ്പിളായിട്ട് മലയോട് ചേർത്ത് വെച്ചു. അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതിനൊരു രീതിയുണ്ട്. ഒരു പുഴയുണ്ട്, ആ പുഴയുടെ അടുത്ത് വീടിൻ്റെ സ്ഥാനം കാണും. അപ്പോൾ ഇതിനെല്ലാം നിയമങ്ങൾ വ്യത്യസ്തമാണ്. ഒരു വലിയ ഭൂമിയാണെങ്കിൽ അതിലെവിടെ സ്ഥാനം കാണും. സിമ്പിളായിട്ട് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുടെ വിലയുള്ളത് കിഴക്കോട്ടുള്ള ഭൂമിക്കാണ്. തിരുവനന്തപുരത്തിനാണെങ്കിൽ പ്രത്യേകിച്ച് സ്ഥലം വാങ്ങാൻ വേണ്ടി ഞാൻ ഏതാണ്ട് 3.5 വർഷം നടന്നു. ആ 3.5 വർഷം അടിച്ച് പെട്രോളിൻ്റെ കാശിലേക്ക് ഒരു സ്ഥലം വാങ്ങാൻ. പക്ഷേ ഇവിടെ തിരുവനന്തപുരത്ത് ഭൂമിക്ക് വില ഭയങ്കര കൂടുതലാണ്. കിഴക്കോട്ടുള്ള ഭൂമിയാണെങ്കിൽ ഒരു 10-15% കൂടുതൽ. കാരണം കിഴക്കോട്ടുള്ള ഭൂമി എന്തോ പ്രത്യേകതയുള്ള ഭൂമിയാണെന്നുള്ള പ്രതീക്ഷ. തെക്കോട്ടാണെങ്കിൽ വേണ്ട എന്ന് പറയും. തെക്കോട്ടും പടിഞ്ഞാറോട്ടുള്ള ഭൂമിക്ക് എന്തോ ഭാര്യമാരും ഭർത്താക്കന്മാരും അങ്ങോട്ടും ഇങ്ങനെ കാണാൻ പറയും. വേണ്ട എന്നുള്ള അലർജി പറയാം. അപ്പൊ തെക്കോട്ടുള്ള ഭൂമിക്ക് എന്താ അലർജി ഉണ്ടാവുന്ന എന്താ മീൻസ് എന്തോ ഒരു വിഷമം ഉണ്ടാവാൻ കാരണം എന്താ കാരണം? നിങ്ങൾ കാണാനാണെങ്കിൽ കുറച്ച് നേരം ഒരു 11 മണിയാകുമ്പോൾ തെക്കോട്ട് നോക്കി നിന്നാൽ മതി. അപ്പോൾ മനസ്സിലാവും. കാരണം നമ്മുടെ ഈ ഒരു കിടപ്പനുസരിച്ച്, നമ്മുടെ ഭൂമിയുടെ കിടപ്പനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്ട് കാലത്ത് ഒരു 11 മണി മുതൽ 3 മണി വരെ ചൂട് കിട്ടുന്നത് തെക്ക് ഭാഗത്താണ്. സ്വാഭാവികമായിട്ട് തെക്കോട്ട് വീട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് കൂടുതലായിരിക്കും. മറിച്ച് കിഴക്കോട്ട് വടക്കോട്ടാണെങ്കിൽ കുറച്ചുകൂടി മൈൽഡായിട്ടുള്ള സമയത്താണ് സൂര്യപ്രകാശം കിട്ടുന്നത്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മുഖം വരുന്ന ഭാഗം ഒരു എനർജി പോയിന്റ് അല്ലെങ്കിൽ എയർ ഫ്ലോ എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു നോർമലൈസ് ചെയ്യും. അതുകൊണ്ട് ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു സ്ഥാനം നിർണ്ണയം ചെയ്യുന്നത്. കാലത്ത് നേരം പറഞ്ഞു തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അടുക്കള ഉണ്ടെങ്കിൽ ദോഷമാണ് എന്ന് പറഞ്ഞു. ദോഷമാണ്. ഒരു ദോഷം നേരം പറഞ്ഞു. തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് അടുക്കളയെങ്കിൽ കാറ്റിൻ്റെ പ്രവാഹം അനുസരിച്ച് തെക്ക് പടിഞ്ഞാറിൽ നിന്ന് വടക്ക് കിഴക്കോട്ട് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തോട്ട് ഒരു എനർജിയുടെ മീൻസ് വായുവിൻ്റെ പ്രവാഹം ഉണ്ടാവും. വീട്ടിൽ എന്ത് വെച്ചാലും വീട്ടിലുള്ളവർക്ക് അറിയും. കാലത്ത് എഴുന്നേറ്റ് വരുന്നവരനുസരിച്ച് അമ്മ ഇന്നും ഇതായിട്ടാണല്ലേ ചോദിക്കും. കാരണം നമ്മുടെ ബെഡ്റൂമിൽ കിട്ടുന്ന സാധനം ഉച്ചയ്ക്ക് എന്താ അറിയുന്നത് ബെഡ്റൂമിൽ അറിയും. ഇനി ഇതാണ് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ട്. 2000 ഓലയായിരുന്നു, ഓടായിരുന്നു. അടുക്കളയിൽ നിന്ന് തിരി പടർന്നാൽ എത്രയും പെട്ടെന്ന് വീട് മുഴുവനായി കത്തിനശിക്കും. അങ്ങനെ ഒരു എളുപ്പമുണ്ട്. കുറച്ച് ഭാഗം ബാക്കിയൊന്നും ഉണ്ടായിരുന്നു, മുഴുവനായിട്ട് വയ്ക്കും. മറിച്ച് വടക്ക് കിഴക്കൻ മൂലയിലാണ് കിച്ചണിക്കിടം എയറിൻ്റെ കാറ്റിൻ്റെ ഗതി അങ്ങോട്ടായതുകൊണ്ട് അടുക്കള മാത്രം കത്തി നശിച്ചിട്ട് അവിടെ തീരും, വീട് നഷ്ടപ്പെടും. ഇതാണ് അതിൻ്റെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട സ്ഥാനം നമ്മൾ പറയുന്നത്. അപ്പോൾ അടുക്കളക്കിൻ്റെ സ്ഥാനം, ബെഡ്റൂമിൻ്റെ സ്ഥാനം, ബാത്റൂമിൻ്റെ സ്ഥാനം. കറക്റ്റ്. അങ്ങനെയാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. വാസ്തു പറയുന്നത് വാസ്തുവിൽ ഉണ്ടായ കാലത്ത് എവിടെയും ബാത്റൂമുകൾ ആരും ചോദിച്ചിട്ടില്ല, ഞാൻ തന്നെ ചോദിക്കും. അന്നും ആൾക്കാർ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അതിന് സ്ഥാനം ഉണ്ടായിരുന്നു. പണ്ട് നമ്മളുടെ ടെക്നോളജി അത്ര വളർന്നില്ലാത്തതുകൊണ്ട് ഡെപ്പോസിറ്റ് എവിടെയാണോ കൊടുക്കുന്നത് അവിടെ തന്നെ ആയതുകൊണ്ട് വീടിനകത്ത് വെച്ചില്ലാതെ ഉള്ളൂ, പുറത്തേക്ക് വെച്ചു. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. നമുക്കിത് വേണമെങ്കിൽ ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കൊടുക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീടിനകത്തേക്ക് വേണ്ടി. അല്ലാതെ വാസ്തുവിലെ അതിന് സിദ്ധാന്തപ്രകാരം സ്ഥലമില്ലാതെ. എന്നാൽ ചില ഇപ്പോൾ കൃഷ്ണപുരം പാലസ് പോയി കഴിഞ്ഞാൽ കായംകുളത്ത് കായംകുളം വരപ്പുറം കൊട്ടാരത്തിൽ ബാത്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് തിരിച്ചായിട്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ആചാര സൗകര്യങ്ങൾക്ക്
രാത്രി പുറത്തിറങ്ങി പോകേണ്ട കാര്യമില്ല. നിങ്ങൾ നനച്ചൊക്കെ രാജാവ് രാത്രി ഇറങ്ങി പോകേണ്ട കാര്യം. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു, സാധാരണക്കാർക്ക് ഇല്ലാതായിരുന്നു. അപ്പോൾ ഇതില്ലാതെ അപ്പോൾ ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് തെക്ക് പടിഞ്ഞാറുകളിൽ ടോയ്ലറ്റ് വയ്ക്കുന്ന ആളുടെ അവസ്ഥയിലായിരിക്കും. നേരത്തെ മീൻ കൂട്ടാനാണ് വന്നത്, ടോയ്ലറ്റ് ആണെങ്കിൽ എന്താ കാര്യമെന്ന് അറിയാമോ. സ്വാഭാവികമായിട്ട് അത് സ്ഥാനം ഇതല്ലാതെ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ, ഇത്ര ആലോചിച്ചാൽ മതി. ഇതിന് പ്രാക്ടീസ് ചെയ്യപ്പെട്ടെങ്കിൽ ചിലപ്പോൾ തെക്ക് പടിഞ്ഞാറുകളിൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും രാത്രി പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാവും എന്ന് പറയും. ഉറപ്പായിട്ടുണ്ടാവും. ഇതാണ് ആ ഉപദ്രവം. അപ്പോൾ ഇതാണ് സ്ഥാനം എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു വാസ്തുപുരുഷ മണ്ഡലമൊക്കെ പറഞ്ഞു. മണ്ഡലത്തിൻ്റെ ഉണ്ട്, അതിൽ ഇത്ര സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇത്ര സ്ഥലമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ, പുറത്ത് കുറച്ച് സ്ഥലം ഇടണം, അകത്ത് കുറച്ച് സ്ഥലം ഇടണം എന്നൊക്കെ പറഞ്ഞു. വാസ്തു അനുസരിച്ച് നിയമമുണ്ട്. 9 പദങ്ങളായി തിരിക്കും. രാത്രി 2 പേര് പറഞ്ഞു 9 പദങ്ങളായി തിരിക്കും. ഏറ്റവും പുറത്തെ ആവർത്തിയാണ് 9ാമത്തെ പദത്തിനെ ഒഴിവാക്കിയിട്ട് വേണം വീട് വയ്ക്കാൻ. ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ബിൽഡിംഗ് കോഡ് അനുസരിച്ച് നിയമമാണ്. വീട് വയ്ക്കുമ്പോൾ വശങ്ങളിൽ 1 മീറ്ററും പുറകുവശത്ത് 2 മീറ്ററും മുൻവശത്ത് 3 മീറ്ററും വേണമെന്ന് ബിൽഡിംഗ് കോഡാണ്. പക്ഷെ വാസ്തു പറഞ്ഞത് ഇങ്ങനെയല്ല, സ്ഥലത്തിൻ്റെ 9ൽ 1 ഭാഗം ഇടവന്നായിരുന്നു. അപ്പോൾ വലുപ്പം കൂടുന്നതോറും വീടിൻ്റെ സ്ഥലത്തിൻ്റെ അളവ് സ്വാഭാവികമായിട്ടും കൂടും. അപ്പോൾ വലിയ ഭൂമിയാണെങ്കിൽ കുറച്ചധികം സ്ഥലം ഉണ്ടാവും, ചെറിയ ഭൂമിയാണെങ്കിൽ അതിനനുസരിച്ച് സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് പിശാച വീതി എന്നാണ്. 9 വീതികളായി തിരിച്ച അവസാനത്തെ വീതിയുടെ പേര് പിശാച വീതി എന്നാണ്. പിശാച വീതിയിലേക്ക് വീട് കയറ്റി പണിതാൽ പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാവുന്നതാണ്. ഉറപ്പായിട്ടുണ്ടാവും. നമ്മുടെ പുറത്തുനിന്നുള്ള വെള്ളം അപ്പുറത്താണ് പറമ്പിലേക്ക് വീണാൽ അയാൾ പിശാചാവുന്ന കാര്യത്തിൽ നല്ല സംശയമുണ്ടോ? ഒരു സംശയം. അതുകൊണ്ട് വീട് വയ്ക്കുമ്പോൾ 9ൽ 1 ഭാഗം വീഴണം. വീടിൻ്റെ അത്രയും ഭാഗം നമ്മുടെ വെള്ളം നമ്മുടെ അതിർത്തി തന്നെ വീഴാനുള്ള സൗകര്യം ഉണ്ടാകും. ഇതൊക്കെ നോക്കിയിട്ടാണ് വാസ്തുപുരുഷ മണ്ഡലം നിർമ്മാണത്തിലേക്ക് കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും സ്ഥാനം പറയുന്നത് അതാണ് സൂത്രവിന്യാസം. സൂത്രവിന്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലെ സംബന്ധിക്കുന്നത്. പണ്ട് കാലത്ത് ഈ വാർത്തകൾ തുറന്നാൽ ഈ പഴയ സിനിമയിലൊക്കെ നോക്കിയാൽ അറിയാം. മഞ്ജുവാരിയൊക്കെ പാട്ട് കാണുമ്പോൾ വാർത്തകൾ തുറക്കുമ്പോൾ മഞ്ജുവാരി പാടത്ത് നിന്ന് പാട്ട് പാടുന്നത് മുറ്റത്ത് നിൽക്കുന്ന ആൾക്ക് കാണാൻ നോക്കി കഴിഞ്ഞാൽ വാതിലിൻ്റെ പുറകെ വാതിൽ പിന്നെ അടുക്കള വാതിൽ പിന്നെ അവിടുത്തെ ഇങ്ങനെ കാണാറുണ്ട്. ഇതിനെയാണ് സൂത്രവിന്യാസം എന്ന് പറയുന്നത്. നാച്ചുറലായിട്ടുള്ള ഒരു എയർ ഫ്ലോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും പ്രധാന ഭാഗത്തിലൂടെ ഒരു എയർ ഫ്ലോ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ വാതിൽ തുറന്നില്ല, പിന്നെ അതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാകും. ജനലുകൊണ്ട് ആൾക്കാർ ഇപ്പോഴത്തെ അടച്ചു. അതുകൊണ്ട് വാതിൽ വെച്ചില്ലെങ്കിലും ഒരു ജനലെങ്കിലും വെച്ചോളൂ, ഒരു എയർ ഫ്ലോ ഉണ്ടാവാൻ വേണ്ടി. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ഒരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് സൂത്രവിന്യാസം ചെയ്തത്. പിന്നെ ഉചിതമായിട്ടുള്ള സ്ഥാനത്ത് വൃക്ഷങ്ങൾ വെച്ചിട്ട് ഇതിനെ കായികത്തിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചൂട് കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ വൃക്ഷങ്ങളുണ്ടെങ്കിൽ ചൂടെന്ന് പറയും അല്ലേ. ഇപ്പം നമ്മൾ AC വെച്ചിട്ട് ചൂട് കുറയ്ക്കുന്ന പോലെ AC മെത്തലാണ് മാസം തിരിഞ്ഞു തരില്ല. ഒരു വൃക്ഷം വെച്ച് കൊടുത്താൽ മതി. വൃക്ഷം വെച്ചതിന് സ്വാഭാവികമായിട്ടും ചൂട് കുറയും. പണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, എല്ലാ വീടുകളിലും തെക്ക് ഭാഗത്ത് ഒരു പുളി ഉണ്ടായിരുന്നു, ഒരു പുളിമരം ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഒരു 50 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടാവും അല്ല. എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത്രയും വിചാരിക്കില്ല. തെക്ക് ഭാഗത്ത് നിൽക്കുന്ന പുളി വയ്ക്കുന്ന വീട്ടിലെ കാർന്നവർ മരിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. തെക്ക് ഭാഗത്ത് നിൽക്കുന്ന പുളി വയ്ക്കുക വീട്ടിലെ കാർന്നവർ മരിക്കുന്ന വിശ്വാസം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും പണ്ട് കാർന്നവന്മാർക്ക് നല്ല ഹോൾഡുള്ളതായതുകൊണ്ട് തെക്ക് ഭാഗത്ത് പുളി വെട്ടാൻ അത് സമ്മതിക്കില്ലായിരുന്നു. പിന്നെ കാർന്നവർ മരിക്കട്ടെ വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ പുളി വെട്ടിയിട്ട് കാർന്നവർ മരിച്ചില്ല. ഷെഡ് വെച്ച് കഴിഞ്ഞാൽ വീടുകൾക്ക് എല്ലാവർക്കും ചൂട് കൂടി അല്ലേ. ചൂടിനെ സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമായിട്ടാണ് പുളിയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ കാലത്ത് പറഞ്ഞു വെച്ചൊരു നിയമം. സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇതിനെ മനസ്സിലാക്കാതെങ്കിലും പ്രാക്ടീസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഓരോ നിയമങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞത്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ട് തെക്ക് പടിഞ്ഞാറ് ചൂട് വരുന്നുണ്ട്, അതുകൊണ്ട് അവരത് കണക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് വൃക്ഷസ്ഥാനങ്ങൾ പറഞ്ഞത്. കൃത്യമായിട്ട് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഭാഗങ്ങളിൽ 4 മരങ്ങൾ വയ്ക്കും. അത്തി അറിയാതെ തുടങ്ങിയിരിക്കുന്ന 4 മരങ്ങൾ വയ്ക്കും. കൃത്യമായിട്ടൊരു ഓറിയന്റേഷൻ അനുസരിച്ച് വൃക്ഷങ്ങൾ വയ്ക്കും. ഞാൻ പെട്ടെന്ന് വെള്ളം ചാടിച്ചാടി പോകും. ഓക്കെ, ഇതിനൊക്കെ നമുക്ക് ഓരോ സ്ലൈഡും 1 മണിക്കൂർ വെച്ച് പറയാം. പിന്നീട് സമയം കിട്ടുകയാണ്. അടുത്തത് സ്വാഭാവികമായിട്ടും പ്രൊപ്പോഷൻ്റെ കാര്യത്തിൽ പറയും. നിർമ്മാണത്തിന് എല്ലാം പ്രൊപ്പോഷനാണ്. കാലത്ത് വേണം പറയുന്നത്. ഇവിടെ 3 തണ്ട്, ഇവിടെ 3 തണ്ട്, ഇവിടെ 2 തണ്ട്. എന്നെ നോക്കണ്ട, എല്ലാവർക്കും അങ്ങനെ പറഞ്ഞിട്ട് സ്വാഭാവിക
സ്വാഭാവികമായിട്ടും ഒരു ഉത്തമനായിട്ട് മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ പ്രൊപ്പോഷനായിട്ട് ഉണ്ടാക്കും എന്നാണ് മാഡം ഉദ്ദേശിച്ചത്. നിർമ്മാണത്തിലും ഈ ഒരു പ്രൊപ്പോഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതിന് ആനുപാതികത എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. മാഡം പറഞ്ഞില്ലേ, ഇത് അങ്കുലം അല്ലെങ്കിൽ വിരൽ എന്ന് പറയുന്ന അളവാണ്. നടുവിരലിൻ്റെ നടുഭാഗം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ 12 ഇരട്ടിയായിരിക്കും മുഴം എന്ന് പറയുന്ന അളവ്. മുഴം കേട്ടിട്ടുണ്ടാവും, പെൺകുട്ടികൾ കേട്ടിട്ടുണ്ടാവും. മുഴം മുല്ലപ്പൂവ് കടന്നു കൊടുക്കുന്ന എൻ്റെ മുഴത്തിലായിരുന്നു. ഇപ്പം അതിന് മാത്രമേ അതുള്ളൂ. ഇതിൻ്റെ മുഴത്തിൻ്റെ 2 ഇരട്ടിയാണ് ഹസ്തം അല്ലെങ്കിൽ കൈ അല്ലെങ്കിൽ കോൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത് അളവിൻ്റെ പ്രൊപ്പോഷനാണ്. നിർമ്മാണത്തിലും ഇത് പ്രൊപ്പോഷൻ തന്നെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. അതിനെ പറയുന്നത് പലതരത്തിലാണ്. ദണ്ട് എന്ന് സ്വാഭാവികമായിട്ടും പറയും. അളവിനെ അനുസരിച്ചുകൊണ്ട് ദണ്ടനുസരിച്ചുകൊണ്ടാണ് നിർമ്മാണത്തിന്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യം നോക്കിയാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ നിൽക്കുന്ന അത്രയും വലിപ്പമില്ല, ചെറിയ ക്ഷേത്രങ്ങൾക്ക് എന്നത് നമുക്കറിയാം. ക്ഷേത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ അളവുകൾ മീൻസ് ഓരോ ഭാഗങ്ങൾ കൂടി വരും. അകത്തൊരു പിരിവെട്ടുമുണ്ട്, പുറത്തൊരു പിരിവെട്ടുമുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ, ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ അറിയാം. ക്ഷേത്രത്തിന് ചുറ്റും കുറച്ച് ബലിക്കല്ലുകളുണ്ട്, അതുപോലെ കുറച്ച് ബലിക്കല്ലുകൾ പുറത്തുണ്ട്. അകത്തുള്ളതിന് ശ്രീകോവിൽ എന്ന് പറയും, ചുറ്റുമുള്ളതിന് ചുറ്റമ്പലം എന്ന് പറയും. അതിന് പുറത്ത് പ്രദക്ഷിണ വഴി, അതിന് പുറത്ത് അങ്ങനെ 5 പ്രാകാരങ്ങളായിട്ടാണ് ക്ഷേത്ര നിർമ്മാണം ഉണ്ടാക്കുന്നത്. പഞ്ചപ്രാകാരങ്ങൾ എന്ന് പറയും. അതിൻ്റെ പ്രൊപ്പോസൽ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചുണ്ട്. എങ്ങനെയാണോ ശരീരത്തിനെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഞാൻ കാലത്ത് മേള പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാലും പറയാം, ശരീരമാനം എന്നുള്ളത് പൊതുവായിട്ടൊരു വിധിയായിരുന്നു, സിസ്റ്റമായിരുന്നു. അളവിനെ സംബന്ധമായിട്ട് സ്വീകരിക്കപ്പെട്ടത്. എങ്ങനെയാണ് സാർ ഒരു വൃക്ഷത്തിൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും 2 അട പിടിച്ചാലെത്താത്തത് എന്ന് പറയും. പൊതുവെ മറ്റൊരാൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ആക്യുറേറ്റ് ആയിട്ട് എത്രയാണ് മനസ്സിലായിട്ടെങ്കിൽ ഏതാണ്ട് എത്രയുണ്ടെന്ന് മനസ്സിലാവും. കിടക്ക് എത്ര വെള്ളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് വെള്ളമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ പിടിച്ചാൽ വളരെ വെള്ളമുണ്ടെന്നാണ് അല്ലേ. അപ്പോൾ ഏതാണ്ട് ആൾക്ക് മനസ്സിലായി എത്ര വെള്ളമുണ്ട്, ഒരാൾക്ക് വെള്ളമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരം മറ്റുള്ളവർക്ക് സ്വന്തം ശരീരത്തിൽ നിന്ന് അളവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതി. അതിൽ നിന്നാണ് പിന്നീട് അങ്കുലമാനവും ഹസ്തമാനവും ശരീരമാനവും ഒക്കെ ഉണ്ടായത്. നിർമ്മാണത്തിന് 2 തരം മെഷർമെന്റ് സിസ്റ്റം ഇതിലുള്ളത്. ഒന്ന് കാലം പറഞ്ഞിട്ട് രീതിയാണ് അങ്കുലം, പദം, ദണ്ട് എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഈ അതിൻ്റെ 24, 12 ഇരട്ടിയായിട്ടുള്ള മുഴം, അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള കോൽ എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇതനുസരിച്ചുകൊണ്ടാണ് നമ്മൾ പണ്ട് കാലത്ത് എല്ലാം വളർന്നിരുന്നത്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, നമ്മൾ കഴുത്തിലിടുന്ന മാല കഴുത്തിലൂടെ ഊരി എടുക്കണമെങ്കിൽ എത്ര അളവ് വേണമെന്ന് നമുക്കറിയാം. താല്പര്യമായി ഇത് പറഞ്ഞവർക്ക് ഐഫോണിൻ്റെ 17 പ്രോയ്ക്ക് മുമ്പ് ഇറങ്ങി 13 സമ്മാനങ്ങൾ. കഴുത്തിലൂടെ മാല ഊരി എടുക്കണമെങ്കിൽ ആ മാലയ്ക്ക് എത്ര അളവുണ്ടാകും അവരവരുടെ കാര്യം പറഞ്ഞാൽ നിങ്ങളോ അവർ പറയുന്നതുകൊണ്ടല്ലേ ഓഫ് ചെയ്ത്. ഓക്കെ, അവനവൻ്റെ കൈയുടെ പിടിയുടെ ഇതിൻ്റെ 8 പിടിയുടെ കൂടെ എടുക്കാൻ പറ്റും. പണ്ട് മാല പണിയാൻ കൊടുക്കുമ്പോൾ അങ്ങനെ പറയും 8 പിടിയുടെ മാല. കല്യാണത്തിന് താലിമാല പണിയുമ്പോൾ പാലൻ്റെ പിടുക്ക് കാണുന്നത് പിടിയിലാണ്. പിടി എന്ന് പറഞ്ഞാൽ ഈ മാലയുടെ അളവാണ് പറയും. എത്ര പിടികൾ ഇരിക്കുന്ന ചോദിക്കുന്നു. 4 പിടികൾ എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും 8 പിടി ഉണ്ടെങ്കിലാണ് കഴുത്തിനോട് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ താലി നമ്മുടെ കറക്റ്റ് നമ്മുടെ ഹൃദയത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുള്ളൂ. 8 പിടി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൂരെ എടുക്കാതെ എടുക്കാൻ പറ്റുള്ളൂ. 8 പിടി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കയ്യിൻ്റെ പിടിയാണ്. അല്ലാണ്ട് എൻ്റെ കയ്യിൻ്റെ പിടി വെച്ചിട്ട് നിങ്ങളുടെ തലയിലൂടെ ഊരിയെടുക്കാൻ നോക്കുക. സ്വാഭാവികമായിട്ടും അവരവരുടെ ശരീരം വെച്ചിട്ടാണ് ഷർട്ട് കഴിക്കുമ്പോൾ പറഞ്ഞില്ലേ, ഷർട്ട് അളവെടുക്കുന്ന എങ്ങനെയല്ലേ നമ്മൾക്ക് അളവിനനുസരിച്ചുള്ള കഴിക്കും. മുണ്ട് കൊടുക്കണമെങ്കിൽ എത്രയായിരുന്നു മുണ്ട് അല്ല ഇതിനെല്ലാം പിന്നെ പൊതുവായിട്ടൊരു സമ്പ്രദായത്തിൽ മുണ്ട് കൊടുക്കുമ്പോൾ എത്ര അളവിലാണ് പറയുന്നുണ്ട്. മുണ്ടിൻ്റെ അളവ് പറയുന്നത് മുഴത്തിലാണ്. സാരിക്കും മുണ്ടിനും 2 അളവ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവനവൻ്റെ ശരീരം വെച്ചിട്ട് മുഴ വന്നിരിക്കുന്നുണ്ടോ അറിയാലോ. ഞാൻ ഒന്ന് പറയണ്ടല്ലോ, ചിലപ്പോൾ പുതിയ ഫാഷനായിട്ട് പോകും അല്ലേ. എൻ്റെ 3 മുഴം വെച്ചിട്ട് ഞാൻ വേറെ ആൾക്ക് കൊടുത്തു, അയാൾക്ക് ചിലപ്പോൾ ഒരു വശം മാത്രമേ ആവുള്ളൂ. അതുകൊണ്ട് അവനവൻ്റെ ശരീരമാനം അനുസരിച്ചിട്ടാണ് അളവുകൾ സ്വീകരിക്കപ്പെട്ടത്. അപ്പോൾ ഇതുപോലെയാണ് എല്ലാവരും ശരീരത്തിൽ അവയവങ്ങളായാലും
ഇതിൻ്റെ 12 ഇരട്ടിയാണ് ഈ അളവ്, ഇതിൻ്റെ ഇരട്ടിയാണ് കൈ എന്നുള്ള അളവ്, ഈ അളവ് തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അളവ്. ഇതെല്ലാം നമുക്ക് ഇപ്പോഴും അളന്ന് നോക്കാവുന്നതാണ്. അളന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ശാസ്ത്രത്തിൻ്റെ കുറവല്ല, നമ്മുടെ ശരീരത്തിൻ്റെ കുറവായിട്ട് മനസ്സിലാക്കുന്നത്. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, എല്ലാം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വന്നാണല്ലോ. ഒരു ഉത്തമമായ പുരുഷൻ്റെ ശരീരത്തിൻ്റെ അളവ് തുറന്ന് കൃത്യമായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ മുഴത്തിൻ്റെ ഇരട്ടിയായിരിക്കും എൻ്റെ ഹസ്തം, ആ ഹസ്തത്തിന് സ്വഭാവം ആ മുഴത്തിൻ്റെ 3 പദമായിരിക്കും നമ്മുടെ ശരീരത്തിലാണ്. ഇതിനെയാണ് ശരീരമാന പ്രമാണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു സിസ്റ്റമായിരുന്നു താലമാനം എന്നുള്ളത്. ശില്പങ്ങൾ നിർമ്മിക്കുമ്പോൾ താലമാനം എന്നുള്ള അളവിലാണ് നിർമ്മിക്കപ്പെട്ടത്. താലമാനം എന്നത് മുഖത്തിൻ്റെ അളവ്, മുഖത്തിൻ്റെ അളവിൻ്റെ പ്രൊപ്പോഷനായിട്ടാണ് സ്ത്രീ വിഗ്രഹങ്ങൾക്കും പുരുഷ വിഗ്രഹങ്ങൾക്കും ചില പ്രത്യേക ദേവതാ വിഗ്രഹങ്ങൾക്കും നിർമ്മാണത്തിൽ ഭേദമുണ്ട്. അപ്പോൾ ഉത്തമ ദശതാലത്തിൽ 10 മുഖത്തിൻ്റെ 10 ഇരട്ടിയുള്ള ശരീരം എന്ന് പറഞ്ഞാൽ 10-1 മുഖം ബാക്കി 9 ശരീരം. നവതാരം മുഖത്തിൻ്റെ 8 ഭാഗം, അങ്ങനെയുള്ള പ്രൊപ്പോഷൻ അനുസരിച്ചുകൊണ്ടാണ് ശില്പത്തിന് നിർമ്മാണങ്ങൾ സ്വീകരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് താലമാനം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ വലിപ്പം നിശ്ചയിക്കുന്നത് പരിശ എന്ന് പറയുന്ന കേരളത്തിലാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നത്? പരിശ അതല്ല, ആദ്യത്തെ കേട്ടിട്ടുണ്ട്, പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു. പരിശ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ രീതിയുടെ അനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ വലിപ്പം നിശ്ചയിക്കുന്ന രീതിയാണ്. അപ്പോൾ രീതി അനുസരിച്ചുകൊണ്ടാണ് ഉയരം എത്ര വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുണ്ടോ? ഓക്കെ, ഈ മുറിയുടെ ഉയരം എത്ര വേണം എന്ന് നിശ്ചയിക്കുന്നതിന് ഒരു മെത്തേഡ് വാസ്തുവിൽ അങ്ങനെയുണ്ട്. 10 അടിയുള്ള റൂമാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 7 അടിയെങ്കിലും ഉയരമുണ്ടെങ്കിൽ നമുക്ക് ആ റൂമിൻ്റെ ഒരു ക്വാളിറ്റി വരും. ശാസ്ത്രം പറയുന്നത് 10 അടിയുടെ രീതിയിലാണെങ്കിൽ 10 അടി തന്നെ ഉയരമുണ്ടെങ്കിലാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് കൂടുന്തോറും ഇതിൻ്റെ ഉയരം കൂടിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള ഉയരമല്ല ഇപ്പോഴുള്ള ഉയരം. കാരണം വീട്ടിലുള്ള നിങ്ങളുടെ നിസ്കാരം മുറിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതും പ്രൊപ്പോഷനായി പോകുന്നതിൻ്റെ ആ രീതിയുടെ പേര്. അപ്പോൾ ഉയരത്തിൻ്റെ ഒരു പ്രൊപ്പോഷനായിട്ടുള്ള രീതിയുടെ പേര് പരിശ എന്നതായിരുന്നു. അതോടൊപ്പം ക്ഷേത്രത്തിൻ്റെ ഓരോ അവയവങ്ങളും അല്ലെങ്കിൽ വീടിൻ്റെ ഓരോ അവയവങ്ങളും സ്വാഭാവികമായിട്ടും 1000 സ്ക്വയർ ഫീറ്റ് വീട് കഴിക്കുന്ന ആൾക്ക് 800 സ്ക്വയർ ഫീറ്റ് ബാത്റൂം വേണമെന്ന് പറഞ്ഞ് നടക്കുമോ? ഇല്ലല്ലോ. സ്വാഭാവികത്തിൻ്റെ ഒരു പ്രൊപ്പോഷൻ ഉണ്ട്. 5 സെന്റ് ഭൂമിയുള്ള ആൾക്ക് 3500 സ്ക്വയർ ഫീറ്റ് വീട് കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുമോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രൊപ്പോഷൻ രീതിയാണ് ദണ്ട് എന്നുള്ള വ്യവസ്ഥയിൽ പറയുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തമമായിട്ടൊരു മാതൃകയായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ് കേരള ക്ഷേത്രം എന്ന് പറയുന്നത്. എല്ലാ കാലത്ത് വാസ്തുപുരുഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. വാസ്തുപുരുഷൻ ചതുരാകൃതിയിലാണ്, പാവത്തിന് പിടിച്ച് ചതുരത്തിലെ പെട്ടിയിലാണ് വെച്ചിരിക്കുക. കണ്ടില്ലേ എനിക്ക് അവിടെ കിടക്കുന്നത്. ഈ വാസ്തുപുരുഷ മണ്ഡലം ബേസ് ചെയ്തിട്ടാണ് നിർമ്മാണത്തിൻ്റെ എല്ലാ കാര്യം പറയുന്നത്. കാലത്ത് പറഞ്ഞപ്പോൾ വാസ്തു എന്ന് പറഞ്ഞ ദേവനോടെ കിടക്കുന്നുണ്ട്. ബാലഗോപാൽ സാറിൻ്റെ ഫോട്ടോ കാണിച്ചു. തൊഴിൽ പിടിച്ചിട്ട് പാവം മലനാണോ അമ്മനാണോ കിടക്കുന്നതിന് ഇപ്പോൾ തീരുമാനമായിട്ട്. അപ്പോൾ വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞിട്ട് ആളവിടെ നിർമ്മാണത്തിൽ പുള്ളിനെ നോക്കിയില്ലെങ്കിൽ പുള്ളി ഉപദ്രവിക്കും എന്നൊരു വിശ്വാസം കൊണ്ടാണ് ആൾക്കാർ ഇപ്പോൾ വാസ്തു നോക്കുന്നത്. രാത്രി കിടക്കുമ്പോൾ അതെനിക്ക് ഹലോ എന്ന് വിളിക്കും. അപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നിർമ്മാണത്തിൽ ബാധിക്കും. അതുകൊണ്ട് പുള്ളിയുടെ ഒരു പെട്ടിയിലാക്കി അടച്ചിരിക്കുന്നു. ഇതെല്ലാം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന കഥകൾ മാത്രമാണ്. ആകെ തുകയായിട്ട് പറഞ്ഞാൽ നിർമ്മാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ്, ഒരു ഗ്രാഫിക് സിസ്റ്റമാണ് വാസ്തുപുരുഷ മണ്ഡലം എന്ന് പറയുന്നത്. അതിനങ്ങനെ ഒരു ആരോഗ്യഭേദമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ചതുരാകൃതിക്ക് ക്രമപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ ക്ഷേത്രത്തിൻ്റെ വിഷയം അനുസരിച്ച് ക്ഷേത്രത്തിലെ എല്ലാ ആരോഗ്യങ്ങളും ഉണ്ടല്ലോ. ക്ഷേത്രത്തിന് ചതുരാകൃതി മാത്രമല്ല, ദീർഘചതുരാകൃതിയുണ്ട്, വട്ടശ്രീകോലുകളുണ്ട്, കുക്കുടാകാകൃതിയുണ്ട്, കോഴിക്കുട്ടിയുടെ പോലെയുള്ള ആകൃതിയുണ്ട്, ഗജപുഷ്പം എന്ന് പറയുന്ന ആകൃതിയുണ്ട്, ആനയുടെ പുറം പോലെയുള്ള ആകൃതി, അങ്ങനെ പലതരത്തിലുള്ള ആകൃതികൾ. 8 വട്ടമുണ്ട്, 6 വട്ടമുണ്ട്, എല്ലാ ആകൃതികളുണ്ട്. ഇതിനെല്ലാം സാധിക്കുന്ന തരത്തിലാണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് മാത്രം. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ എല്ലാ മെഷർമെൻ്റ് സിസ്റ്റവും ഇതിൻ്റെ എൻവയോൺമെൻ്റായിട്ട് എല്ലാ കൺസെപ്റ്റുകളും ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് ടെമ്പിൾ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ മുന്നിൽ ഇപ്പോഴും നൂറ്റാണ്ടുകളായിട്ടുള്ള ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എത്രയോ ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും വെള്ളപ്പൊക്കങ്ങളും ഭൂമിയൊരുക്കങ്ങളും വന്നിട്ട് ഇത് ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നിർമ്മാണ
പ്രത്യേകതയാണ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ക്ഷേത്ര വിഷയത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും, കൃത്യമായിട്ടുള്ള വാസ്തു നിയമങ്ങൾ പാലിക്കും എന്നുള്ളത് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ കാണുന്ന ക്ഷേത്രം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിന്റെ എന്നുള്ളത് ക്ഷേത്രത്തിൽ പിന്തുണസ്ഥനുസരിച്ച് താഴേക്കുണ്ട്. ഇതിന്റെ ഇടയിൽ ഷടാധാരം എന്നൊരു അവയവമുണ്ട്, അതിനനുസരിച്ചുള്ള അടിയിൽ ഫൗണ്ടേഷൻ പോയിട്ടുണ്ട്. വലുപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയറിയാം, സാധാരണ വീടിന് ഫൗണ്ടേഷനോട് ചേർന്ന് തന്നെ ഇപ്പോൾ ഭിത്തി കെട്ടിപ്പോകും. എന്നാൽ ടെമ്പിളിന്റെ കാര്യം അങ്ങനെയല്ല. ടെമ്പിളിന്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പൈഡറാണ്. അതിനൊരു പ്രത്യേകമായിട്ട് അകത്തേക്ക് ചുരുങ്ങിയാണ് വരിക. പിന്നെ ഭിത്തി വരുമ്പോൾ നമ്മുടെ ചുരുങ്ങി മുകളിലേക്കുള്ള നിലകളുണ്ടെങ്കിൽ ചുരുങ്ങി വരും. ഇതെല്ലാം ഒരു പ്രൊപ്പോഷനായിട്ടാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയാം. അപ്പം ഇങ്ങനെയുള്ള എല്ലാ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ക്ഷേത്രവാസ്തുവിൽ കാണാൻ പറ്റും. ഈ ഷോ കാണാൻ വേണ്ടിയിട്ട് അതിന് മക്കളെ കാത്തു നിൽക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് ഡൈവേഴ്സ് സംഭവിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് മോഡേൺ ആർക്കിടെക്ചർ ഇത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഇന്നത്തെ കാലത്ത് ഞാൻ പറയുന്നത്, ഞാൻ വാസ്തു പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത് കാലത്തെയാണ്. ഒരു 20 വർഷം മുമ്പാണ് ഞാൻ പറഞ്ഞു. 19 വർഷം മുമ്പുള്ള ബുദ്ധിമുട്ട് എനിക്ക് ഇഷ്ടമില്ല. സത്യം പറഞ്ഞു, വാസ്തു പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾ നേരിടുന്ന പല പ്രശ്നങ്ങളില്ല. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയാം, പണ്ടൊരു പ്ലാൻ വരച്ചതിന് ശേഷം ഞാൻ വാസ്തുപുരുഷ മണ്ഡലത്തിന് ക്രമപ്പെടുത്തുമായിരുന്നു. അപ്പോൾ അവസാനം പ്ലാൻ വരച്ചതിന് ശേഷം കാലത്ത് പറഞ്ഞു, മധ്യസൂത്രങ്ങളോ മർമ്മസ്ഥാനങ്ങളോ ദോഷം ഉണ്ടെങ്കിൽ അത് മാറ്റണം. മീൻസ് ക്രോസ് എലിമിനേഷനിൽ കിട്ടുന്നില്ലെങ്കിൽ ഇത് മാറ്റേണ്ടി വരികയാണ്. പക്ഷെ ഇപ്പോൾ കമ്പ്യൂട്ടറിലായിരിക്കും നമുക്ക് വളരെ സിമ്പിളാണ്. വാസ്തുപുരുഷ മണ്ഡലത്തിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ വീട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓട്ടോകാഡ് വെച്ച് വരയ്ക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റുമല്ലോ. ഓട്ടോകാഡ് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാസ്തുപുരുഷ മണ്ഡലത്തിൽ ഇതിലേക്ക് പ്ലഗ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും വരയ്ക്കുന്ന സമയത്ത് തന്നെ ഇതിന് മർമ്മസ്ഥാനങ്ങൾ നമുക്ക് കാണിക്കും. സ്വാഭാവികമായിട്ടും അളവുകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ അളവിനനുസരിച്ചുകൊണ്ട് ChatGPT എങ്ങനെയാണ് നമുക്ക് അസൈൻമെന്റ് തരുന്നത്, അതുപോലെ തന്നെ ChatGPT തരുന്ന പോലെ തന്നെ സോഫ്റ്റ്വെയർസ് നമുക്ക് തരും. നിങ്ങൾക്ക് എത്ര സ്ക്വയർ ഫീറ്റുള്ള വീടാണ്, എത്ര ബെഡ്റൂം വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. കുറച്ച് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാസ്തുവിൻ്റെ പ്രിൻസിപ്പൽ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. എന്ന് പറഞ്ഞാൽ വളരെ അത്ര ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ഇതിൽ പ്ലഗിൻ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് മാതൃകയിൽ ഒരുപാട് സോഫ്റ്റ്വെയറിൻ്റെ കൂട്ടമാണ്. കൂടുതലായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് റെവിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറാണ് ചെയ്യുന്നത്. റെവിറ്റ് അറിയാം. റെവിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് പ്ലഗിൻ ചെയ്യാൻ ഈസിയാണ്. മാത്രമല്ല പുതിയ 3D പോകുമ്പോൾ ഇപ്പോൾ 3D വരയ്ക്കുന്നതാണ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള 3D വരയ്ക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ വശങ്ങളും ഉയരം എല്ലാം കൊടുത്തിട്ട് ഈ വാസ്തു അനുസരിച്ച് ബേസ്മെന്റ് ജസ്റ്റ് ഇതിലേക്കുള്ള ഈ എന്താ പറയുക ഒരു പ്രോപ്റ്റ് മാത്രം വാസ്തു ബേസ് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് വരും. അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് ക്ലൈമറ്റിനനുസരിച്ചുകൊണ്ട് ഇവിടുത്തെ എത്രയാണ് ചൂട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ബന്ധം സോഫ്റ്റ്വെയർസ് കൊടുത്തിട്ട് ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചുകൊണ്ട് ഇവിടെ